കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ വെളിച്ചത്തിൽ തലയിൽ തുന്നലിട്ട സംഭവത്തിൽ അറ്റൻഡറെ തള്ളി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ജനറേറ്ററിൽ ഡീസലില്ലെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് സൂപ്രണ്ട്. പരാതി നൽകുന്നില്ലെന്നും വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിയാൽ മതിയെന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. ജനറേറ്ററിൽ ഡീസൽ ഇല്ലായിരുന്നെന്ന കാര്യം ശരിയല്ലെന്ന് മന്ത്രി വി.എൻ. വാസവനും പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ജനറേറ്റർ അരമണിക്കൂറോളം പ്രവർത്തനം നിലച്ചതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് DMOക്ക് നൽകിയ റിപ്പോർട്ട്. PWD വിഭാഗത്തെ അറിയിച്ചിരുന്നു. വൈദ്യുതി മുടങ്ങുമെന്ന് മൈക്കിലൂടെ അറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ വൈകിട്ടാണ് ചെമ്പ് സ്വദേശിയായ 11-കാരന്റെ തലയിൽ മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ടത്. തുന്നലിടുന്ന സമയം മുറിവിൽ മുടിയിരിക്കുന്നതായി പറഞ്ഞിരുന്നു. കുട്ടിയെ ഇന്ന് രാവിലെ മറ്റൊരാശുപത്രിയിൽ കൊണ്ടുപോയതായും കുടുംബം. ഡോക്ടർ പറഞ്ഞു ഹെയർ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഫ്ലാഷ് ലൈറ്റിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ അറ്റൻഡറോട് ഇങ്ങനെ പറയുന്നുണ്ട് ഹെയർ ഉണ്ടല്ലോ ഏട്ടാന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു മേഡം ഇതിൽ ഹെയർ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാവില്ലേന്ന്. അപ്പോൾ പറഞ്ഞു അപ്പോൾ അറ്റൻഡർ പറഞ്ഞു മേഡം കറണ്ട് ഇല്ല, നമുക്ക് വേറെ വിൻഡോയുടെ അവിടുത്തെ വെട്ടത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിക്കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഒന്ന് ഒബ്സർവേഷൻ പോലും ചെയ്തില്ല, ഞങ്ങൾ അപ്പം തന്നെ വിടുക ചെയ്തത്. വൈദ്യുതി മുടങ്ങുന്നതിന് പകരം സംവിധാനം ഉണ്ടായിരുന്നതായി മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. അവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആരാണോ ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുക. അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവിട്ട്. പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രതിപക്ഷ യുവജന സംഘടനകൾ അറിയിച്ചു. മീഡിയ 1 കോട്ടയം.